നമ്മൾ നോക്കാൻ പോകുന്നത് 1/1/2025 മുതൽ 5/1/2025 വരെയുള്ള എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോകും. എന്താണ് ആദ്യത്തെ ന്യൂസ്? എന്താണ് PM CARES ഫണ്ട്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് നോക്കുക. ദ PM CARES, that means Prime Minister's Citizen Assistance and Relief in Emergency Situations Fund. ഇതാണ് PM CARESന്റെ ഫുൾ ഫോം. റിസീവ്ഡ് Rs 192 crore in 2022-23 ആസ് പെർ ദ ലേറ്റസ്റ്റ് ഓഡിറ്റ് അക്കൗണ്ട്. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും അവസാനം നടന്ന 2022-2023 ഓഡിറ്റുകൾ പ്രകാരം ഈ PM CARES ഫണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് 912 കോടി രൂപ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇതാണ് ഇത് ന്യൂസ് വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാനുള്ളത് എന്താണ് ഈ PM CARES ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ PM CARES ഫണ്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഏത് നിയമപ്രകാരമാണ് ഈ ഫണ്ട് എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഏത് നോക്കാനുള്ളത്, ഈ PM CARES ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അണ്ടർ രജിസ്ട്രേഷൻ ആക്ട് 1908. അതായത് 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഏത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഈ PM CARES ഫണ്ട് എന്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് യൂസ് ഗവൺമെന്റ് ബഡ്ജറ്റ് അലോക്കേഷൻ. അതായത് ഇപ്പൊ നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ എന്താ അവതരിപ്പിക്കാറുണ്ട്, നമ്മൾ ബഡ്ജറ്റ് എന്ത് ചെയ്യാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 112 പ്രകാരം നമ്മളതിനെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാ വിളിക്കുക അല്ലെ. അതായത് ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകളാണ് ഈ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ബഡ്ജറ്റ് അലോക്കേഷൻ ഇതിന് ബാധകമല്ല എന്ന് പറയുന്നത്. അതായത് ബഡ്ജറ്റിൽ എന്ത് ചെയ്യാറില്ല, ഇതിന് പൈസ എന്ത് ചെയ്യാറില്ല, മാറ്റി വെക്കാറില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ പർപ്പസ് എന്താണ് പറയുന്നത്, ടു പ്രൊവൈഡ് റിലീഫ് ആൻഡ് അസിസ്റ്റൻസ് ഡ്യൂറിങ് എമർജൻസീസ് ഓർ കലാമിറ്റീസ്. എമർജൻസീസ് അല്ലെങ്കിൽ കലാമിറ്റീസ്, അതായത് നമ്മൾ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ PM CARES ഫണ്ട് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിന്റെ ചെയർപേഴ്സൺ ആരാണ് അല്ലെങ്കിൽ അംഗങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയി വരുന്ന ആരാണ്, പ്രൈം മിനിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയി വരുന്നത്. ഇനി പ്രൈം മിനിസ്റ്ററെ കൂടാതെ ഇതിൽ മെമ്പേഴ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4 പേരാണ് ഇതിലുള്ളത് PM CARES ഫണ്ടിലുള്ളത് അല്ലേ. ആരൊക്കെയാണ്, ഒന്ന് പറഞ്ഞു ചെയർപേഴ്സൺ ആയി വരുന്നത് എന്താണ്, പ്രൈം മിനിസ്റ്റർ ആണ് ഒരു വ്യക്തി. പിന്നെ അതുകൂടാതെ ആരുണ്ട്, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ആൻഡ് പിന്നെ ആരുണ്ട്, ഹോം മിനിസ്റ്റർ ഉണ്ട്, ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 പേരാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്, PM CARES ഫണ്ടിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഇതിന് ടാക്സ് ബെനിഫിറ്റുകൾ ബാധകമാണ്. അതായത് ഇൻകം ടാക്സ് ആക്ടിലെ 80 ക്ലോസ് G പ്രകാരം 100% ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. എന്താണ് ഈ 100% ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോ ഞാൻ എല്ലാ വർഷവും IT അഥവാ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 1,00,000 രൂപ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വർഷം എന്ത് ചെയ്യുന്നു, ഡൊണേഷൻ ആയിട്ട് ഞാൻ ഈ PM CARES ഫണ്ടിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ 1,00,000 മേലെ ഞാൻ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ വാർഷിക വരുമാനം 15 ലക്ഷമാണ്. 15 ലക്ഷത്തിന് ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ 1,00,000 ഇതിൽ നിന്ന് കുറയ്ക്കും, 14 ലക്ഷത്തിലുള്ള ടാക്സ് ഞാൻ അടച്ചാൽ മതി. ഓക്കെ, അത്തരം ടാക്സ് ബെനിഫിറ്റുകൾ എന്താണ് ഇതിനുണ്ട്. കൂടാതെ ഇത് RTIയുടെ ഭാഗമല്ല, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇത് പ്രവർത്തിക്കുന്നില്ല. അതായത് ഇതിലെ വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, 2005 നിലവിൽ വന്ന റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്, ഈ PM CARES ഫണ്ടിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ന്യൂസ്.
ഇനി രണ്ടാമത്തെ ന്യൂസ് ആണ് ഇത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. ഓക്കെ, എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് സ്ട്രോങ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ബ്രോട്ട് സ്നോ ടു പാർട്സ് ഓഫ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കോസിംഗ് ചേഞ്ചസ് ഇൻ വെതർ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് നോക്കാം. ഓക്കെ, എന്താണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്? എന്താണ്? എക്സ്ട്രാ ടോപ്പിക്കൽ സ്ട്രോംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. അതായത് ഒരു ലോ പ്രഷർ സിസ്റ്റമാണ് ഒറിജിനേറ്റിംഗ് ഇൻ ദ മെഡിറ്ററേനിയൻ റീജിയൻ ദാറ്റ് ബ്രിങ് വിന്റർ റെയിൻ ടു നോർത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ആൻഡ് ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? ഈസ്റ്റ് വേർഡ് ആണ് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഇപ്പൊ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് മെഡിറ്ററേനിയൻ സീന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫോം ചെയ്യുന്ന. അവിടുന്ന് ആദ്യം എങ്ങോട്ട്? ഇറാൻ, പിന്നെന്താണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ആൻഡ് ഇപ്പൊ നല്ല ഉത്തരാഖണ്ഡ്. ഇങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് എന്താണ്? ഒരു ഈസ്റ്റ് വേർഡ് മൂവ്മെന്റ് ആണ്, അല്ലെ? ഇപ്പൊ ഉദാഹരണമായി നോക്കിയാൽ നമ്മളിപ്പോ ഈ പൊസിഷൻസ് നോക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, അതായത് ഏറ്റവും മുകളിൽ എന്താണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെയാണ് ദിശകള്. അപ്പൊ ഈസ്റ്റ് വേർഡ് മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് സഞ്ചരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി ഇത് വെതറിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ്, ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റെയിൻ, സ്നോ, ഹെയിൽ സ്ട്രോംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നോർത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യയിലൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതിന്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രൂഷ്യൽ ഫോർ റാബി ക്രോപ്സ് ആണ്. എക്സാമ്പിൾ വീറ്റ്, മസ്റ്റാർഡ്, അതുപോലെ തന്നെ റീപ്ലന്റിംഗ് ഗ്ലേഷ്യേഴ്സ് ഇൻ ഹിമാലയൻ റീജിയൻ എന്നൊക്കെ എന്താണ്? ഇന്ത്യയിലെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് സൊമാലിയ. ഓക്കെ, ക്യാപിറ്റൽ എവിടെയാണ്? മൊഗഡിഷു ആണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇനി ഇതെന്താണ്? ഈ സൊമാലിയ എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? ദ UN സെക്രട്ടറി കൗൺസിൽ ഓതറൈസസ് എ ന്യൂ സൊമാലിയ പീസ് കീപ്പിംഗ് മിഷൻ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നത്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാ കറണ്ട് അഫയേഴ്സിലും പറയാനുള്ള പോലെ തന്നെ ഇത്തരം സ്ഥലങ്ങൾ ജോഗ്രഫി എന്നാണ് വരിക, അല്ലെ? ജോഗ്രഫിയിലാണല്ലോ നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഒരു അറ്റ്ലസിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു മാപ്പിന്റെ ഒക്കെ സഹായത്തോടു കൂടി വേണം എന്ത് ചെയ്യാൻ? ഇത്തരം രാജ്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ. കാരണം അധികം ഈ എക്സാമിനൊക്കെ വരുമ്പോൾ അറ്റ്ലസ് ബേസ്ഡ് അല്ലെങ്കിൽ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുക? ഈ SSC അല്ലെങ്കിൽ RRB അല്ലെങ്കിൽ PSC എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്യാറ് വന്ന് കാണാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? അറ്റ്ലസ് അല്ലെങ്കിൽ മാപ്പ് ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാൻ? കവർ ചെയ്യാൻ. ഇനി നമുക്ക് ആദ്യം ഇതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. എവിടെയാണ്? ലൊക്കേറ്റഡ് ഹോൺ ഓഫ് ആഫ്രിക്ക, ഇറ്റ് ഈസ് ദ ഈസ്റ്റ് മോസ്റ്റ് കൺട്രി ഇൻ കോണ്ടിനെന്റൽ ആഫ്രിക്ക, അല്ലെ? ഇതിന്റെ പൊസിഷൻ നോക്കിയേ, നമുക്ക് കാണാൻ പറ്റും സൊമാലിയ എവിടെയാണ് വരുന്നത്. അതായത് എന്താണ്? ഈസ്റ്റേൺ മോസ്റ്റ് കൺട്രി ആണ് ഏത്? സൊമാലിയ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ബോർഡറിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഒന്ന് ഡിജിബൂട്ടിയാണ്. അതായത് നോർത്ത് വെസ്റ്റിൽ ഏതാണ് വരുന്നത്? ഈ ഡിജിബൂട്ടിയാണ്. അതുപോലെ തന്നെ വെസ്റ്റിൽ ഏതാണ് വരുന്നതായിട്ട് കാണാൻ പറ്റുക? എത്തോപ്യ വരുന്നുണ്ട്. എവിടെ? വെസ്റ്റേൺ സൈഡിൽ എത്തോപ്യ വരുന്നുണ്ട്. ആൻഡ് കെനിയ വരുന്നുണ്ട്. എവിടെയാണ് കെനിയ? എവിടെ വരുന്നത്? സൗത്ത് വെസ്റ്റിലാണ് കെനിയ വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബോർഡറിംഗ് സീസ് ഏതൊക്കെയാന്ന് ചോദിക്കാം. രണ്ടെണ്ണമാണ് ഗൾഫ് ഓഫ് ആൻഡും ഇന്ത്യൻ ഓഷനും. അതായത് നോക്കി കഴിഞ്ഞാൽ അറിയാം, അറേബ്യൻ സീ, അല്ലെ? ഇന്ത്യൻ സീ ഒക്കെയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ അധികം എന്ത് ബേസ് ചെയ്തിട്ടാണ്? ശ്രദ്ധിക്കുക, മാപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും, ബേസ്ഡ് ആയിരിക്കും. അപ്പൊ ഒരു രാജ്യം ന്യൂസിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? അതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചർ ആണ്. ഓക്കെ, എന്താണ് ഈ പൊളിറ്റിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രീസ്, അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? നോക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഹയസ്റ്റ് പീക്ക് ആണ്. ഏതാണ്? മൗണ്ട് ഷിംബ്രിസ് ആണ്. ആൻഡ് ഓൾസോ നോൺ ആസ് മൗണ്ട് ഷുദുഖാഡ് ആണ്. ആൻഡ് മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്? ജുബ, അതുപോലെ തന്നെ ഷബലിയാണ്. ഇനി കോസ്റ്റൽ പ്ലെയിൻസ് ഏതിന് പാരലാണെന്ന് പറയുന്നത്? ഗൾഫ് ഓഫ് ആഡൻ ആർ നോൺ ആസ് ഗുമാന് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് എക്സൈസ് സൂര്യകിരൺ.
എന്താണ് എക്സൈസ് സൂര്യകിരൺ എന്താണ് ന്യൂസിൽ വരാനുള്ള റീസൺ എന്താ? ഇന്ത്യൻ ആർമി കോണ്ടിനെന്റ് ലെഫ്റ്റ് ഫോർ നേപ്പാൾ ടു ടേക്ക് പാർട്ട് ഇൻ ദ 18th ബറ്റാലിയൻ ലെവൽ ജോയിന്റ് മിലിറ്ററി എക്സൈസ് സൂര്യകിരൺ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ആനുവൽ ജോയിന്റ് മിലിറ്ററി എക്സൈസ് അല്ലെ, എല്ലാ വർഷവുമാണ് ഇത് ഉണ്ടാവാറുണ്ട്. രണ്ട് രാജ്യങ്ങൾ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ ആൻഡ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇത് ആൾട്ടർനേറ്റീവ്ലി കണ്ടക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടു എൻഹാൻസ് ഇന്റർപ്രോബബിലിറ്റി ഇൻ ജംഗിൾ വാർഫെയർ, കൗണ്ടർ ടെററിസം, ഓപ്പറേഷൻസ് ഇൻ മൗണ്ടെയിൻ, ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, ഡിസാസ്റ്റർ റിലീഫ് അണ്ടർ ദ യുണൈറ്റഡ് നാഷൻസ്. അതായത് ഈ മേഖലകളിൽ ഏതൊക്കെയാണ്? ജംഗിൾ വാർഫെയർ, കൗണ്ടർ ടെററിസം, ഓപ്പറേഷൻസ് ഇൻ മൗണ്ടെയിൻ, ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, ഡിസാസ്റ്റർ റിലീഫിലൊക്കെ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ഹൈലൈറ്റ്സ് ദ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നേപ്പാൾ ആണ്, ആൻഡ് ഫോസ്റ്ററിംഗ് പ്രൊഫഷണൽ എൻഗേജ്മെന്റ് ആൻഡ് സ്ട്രെങ്തനിങ് ഡിഫൻസ് കോർപ്പറേഷൻ. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയും അതുപോലെ തന്നെ എന്താണ് നേപ്പാളും തമ്മിലുള്ള എന്താണ് ഡിഫൻസ് കോർപ്പറേഷൻ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ എന്താ കണ്ടക്ട് ചെയ്യുന്നത്, മിലിറ്ററി എക്സസൈസ് ആയ സൂര്യകിരൺ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ 17th ലോക്സഭ സ്പെൻഡ് ഓൺലി 9.08 ഹവേഴ്സ് ഓൺ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്നുള്ളതാണ്. എന്താണ് ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് വിളിക്കുന്നത്? അതായത് നമുക്ക് ബില്ലുകളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബില്ലുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പബ്ലിക് ബിൽ. എന്താണ് ഈ പബ്ലിക് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മിനിസ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഒരു മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബില്ലിനെ വിളിക്കുന്ന പേരാണ് ഇത് പബ്ലിക് ബിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഇത് പ്രൈവറ്റ് ബിൽ. എന്താണ് ഈ പ്രൈവറ്റ് ബിൽ എന്ന് വിളിക്കുന്നതാണ്? പ്രൈവറ്റ് ബിൽ മീൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൻ MP. ലോക്സഭയിലോ രാജ്യസഭയിലാണെങ്കിൽ MP, ഇനി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിൽ MLA. It is introduced by an MP or MLA, but not minister. അപ്പം മിനിസ്റ്റർ അല്ലാത്തൊരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബില്ലുകളെ, ഓക്കെ, എന്താണ് മിനിസ്റ്റർ അല്ലാത്തൊരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലുകളെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? പ്രൈവറ്റ് ബിൽ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബില്ലുകൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് പബ്ലിക്കും ഒന്ന് പ്രൈവറ്റും. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മിനിസ്റ്റർ ആണ് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പബ്ലിക് ബില്ലെന്നും. എന്നാൽ മിനിസ്റ്റർ അല്ലാത്തൊരു വ്യക്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രൈവറ്റ് ബിൽ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി എന്താണ് പറയുന്നത്, ഇത് എപ്പോഴാണ് അലോട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം എപ്പോഴാണ് അലോട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസ്റ്റ് 2.5 hours ഓഫ് സിറ്റിംഗ് ഓൺ ഫ്രൈഡേ ഇൻ ലോക്സഭ. ലോക്സഭയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് അവതരിപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഫ്രൈഡേസിൽ എന്താണ്, ലാസ്റ്റ് 2.5 hours ആണ്, വെള്ളിയാഴ്ചകളിലെ അവസാനത്തെ 2.5 മണിക്കൂറാണ്. ഇനി രാജ്യസഭയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ്, ലാസ്റ്റ് 2.5 hours ഓഫ് സിറ്റിംഗ് ഓൺ ഓൾട്ടർനേറ്റീവ് ഫ്രൈഡേ ഈസ് അലോട്ടഡ്. രാജ്യസഭയിലാണെങ്കിൽ എങ്ങനെയാണ്, ഓൾട്ടർനേറ്റീവ് ഫ്രൈഡേസിലാണ് അതിന്റെ എന്താണ് അവസാനത്തെ 2.5 മണിക്കൂർ. ഇനി ഈ ബില്ല് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എന്താണ്, പീരീഡ് ഓഫ് നോട്ടീസ് ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ ഈസ് 1 month. അതായത് 1 മാസം മുമ്പ് വിവരം അറിയിച്ചിരിക്കണം. അതായത് ലോകസഭയിലാണെങ്കിൽ 1 മാസം മുമ്പ് ഇത് സ്പീക്കറെയും, രാജ്യസഭയിലാണെങ്കിൽ എന്താണ്, ചെയർമാനെയും ഈ വിവരം എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം. 1 മാസം മുമ്പ് എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ടിൽ ഡേറ്റ് only 14 private bills have been passed and received assent. ഇന്നേ വരെ 14 പ്രൈവറ്റ് ബില്ലുകൾ മാത്രമേ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സായിട്ടുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താണ്,
നോ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഹാസ് ബീൻ പാസ്ഡ് ബൈ പാർലമെന്റ് സിൻസ് 1970. 1970 ശേഷം എന്താണ് ഒരു പ്രൈവറ്റ് ബില്ലും എന്ത് ചെയ്തിട്ടില്ല, പാസ്സായതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. നിലവിൽ ഇന്ത്യൻ പാർലമെന്റ് പ്രത്യേകതയാണ്. അപ്പൊ 1970 വരെ മാത്രമേ എന്ത് പാസ്സായിട്ടുള്ളൂ, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാസ്സായിട്ടുള്ളൂ. അതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല, പാസ്സായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് അസർബൈജാൻ ആണ്. ക്യാപിറ്റൽ എവിടെയാണ്, ബാക്കു. എന്താണ് ന്യൂസ് വരാൻ കാരണം? ദ റഷ്യൻ പ്രസിഡന്റ് apologized to Azerbaijani president following the crash of an Azerbaijani airline in Kazakhstan that killed 38 people. ഓക്കെ, അതായത് എന്താണ്, കസാക്കിസ്ഥാനിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അസർബൈജാനി എയർലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാഷ് ആയിട്ടുണ്ട്. അതിനെ തുടർന്ന് അതിന്റെ സങ്കടം എന്ത് ചെയ്യുന്നു, അസർബൈജാനി പ്രസിഡന്റിനെ റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു, അപ്പോളജൈസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലാൻഡ് ബൗണ്ടറി വരുന്നവരെയാണ്, ഒന്ന് നോക്കിയേ, റഷ്യ വരുന്നുണ്ട് അല്ലെ, നോർത്തില് അല്ലെ, ഇതാണ് അസർബൈജാൻ. ആൻഡ് നോർത്തിൽ ആരാണ്, റഷ്യയാണ് വരുന്നത്. ആൻഡ് ഇറാനാണ് എവിടെ വരുന്നത്, സൗത്തിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് അർമേനിയാണ് എവിടെ വരുന്നത്, വെസ്റ്റിൽ വരുന്നത്. ആൻഡ് ജോർജിയാണ് എവിടെ വരുന്നത്, നോർത്ത് ഈസ്റ്റിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നോർത്ത് ഈസ്റ്റില് ആരാണ്, സോറി നോർത്ത് ഈസ്റ്റ് അല്ല, നോർത്ത് വെസ്റ്റിൽ ആരാണ് വരുന്നത്, ജോർജിയാണ് വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി മാരിൻ ബൗണ്ടറി നോക്കുകയാണെങ്കിൽ എന്താണ്, കാപ്സിയൻ സീ ഇൻ ഈസ്റ്റ് ആണ്. ഓക്കെ, ഏതാണ് കാണാൻ പറ്റുക, മാരിടൈം ബൗണ്ടറി എന്ന് പറയുന്നത് ഏതാണ്, കാപ്സിയൻ സീ ആണ്. ഇതാണ് ഇതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇനി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് എന്താണ്, ഹൈലി വാരിഡ് ആണ്. അതായത് 9 of world's 11 climate zones exist in the country. അതായത് 11 ക്ലൈമറ്റ് സോണുകൾ 9 എണ്ണവും ഈ രാജ്യത്ത് അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് ഹയസ്റ്റ് പീക്ക് ഏതാണ് വരുന്നത്, ബസർ ഡ്യൂഗു ആണ്. പാർട്ട് ഓഫ് ഗ്രേറ്റർ കോസസ് റേഞ്ച് ആണ്. മേജർ റിവേഴ്സ് ഏതാണ്, കുർ റിവറും അറസ് റിവറും ആണ്. ആൻഡ് ഇവിടെ കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ലെഡ്, സിങ്ക് തുടങ്ങിയ നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റിയാണ് നമുക്ക് ഏത് രാജ്യത്ത് കാണാൻ പറ്റുക, ഈ രാജ്യത്ത് കാണാൻ പറ്റുക എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് പിന്നെ വരുന്നൊരു ന്യൂസ് ആണ് ഇത്, നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA. എന്താണ് പറയുന്നത്, ആസ് പെർ RBI's ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് December 2024, ഗ്രോസ് NPA റേഷ്യോ ഓഫ് ഇന്ത്യസ് ബാങ്ക് ഫെയിൽ ടു 12-year low of 2.6%. ശ്രദ്ധിക്കുക, നമ്മളൊരു എക്സാമിന് പോകുന്ന സമയത്ത് NPA എത്ര പെർസെൻറ്റേജ് ആണ്, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് എന്താണ് NPA എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ഇതൊക്കെ നിങ്ങൾ വിട്ടോ, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ലോൺ എടുക്കുന്നു എന്ന് വയ്ക്കുക, എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലോൺ എടുക്കുന്നു എന്ന് വയ്ക്കുക. ആ ലോണ് 90 ദിവസം കണ്ടിന്യൂ ആയിട്ട് തിരിച്ചടയ്ക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളെ വെച്ച ആ അസറ്റിനെ വിളിക്കുന്ന പേരാണ് ഇത്, നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിന് അതിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല, യാതൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ലാഭം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ NPA എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പല രീതിയിൽ എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് ഈ NPA നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അതിൽ ഒന്നാമത്തേതാണ് ഇത്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. എന്താണ് ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മാസത്തിൽ താഴെയോ അതിന് ഈക്വൽ ആയിട്ടോ റിട്ടേൺസ് കൊടുക്കാതിരിക്കുന്നതാണ്. 90 ദിവസം കഴിഞ്ഞാൽ NPA ആയി, അത് 12 മാസം വരെ എത്തുന്നതാണ് സബ് സ്റ്റാൻഡേർഡ്. ഇനി രണ്ടാമത്തേതാണ് ഇത്, ഡൗട്ട്ഫുൾ. എന്താണ് ഈ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മാസമോ ഓർ ഗ്രേറ്റ് അതിന് മുകളിലേക്കോ തിരിച്ചടയ്ക്കാത്തതാണ്. അത് പിന്നെ കിട്ടുന്ന ബാങ്കിൽ ഡൗട്ടാണ്. 3 ലോസ് അസറ്റ് ആണ്. എന്താണ് ഈ ലോസ് അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഉദാഹരണമായിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു കിട്ടാൻ യാതൊരു തരത്തിലും എന്തില്ല, സാധ്യത ഇല്ലാത്തതാണ് ഏതെന്ന് പറയുന്നത്, ഈ ലോസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണമായിട്ട് ചിലപ്പോൾ അത് എന്ത് ചെയ്യാറുണ്ട്, അത്തരം ലോണുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്,
ബാങ്കുകൾ എഴുതി തള്ളാറുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ NPA എത്രയെ തരംതിരിക്കാം എന്ന് വെച്ചാൽ എത്രയെ തരംതിരിക്കാം? 3ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, 2 ഏതാണ്? ഡൗട്ട്ഫുൾ അസറ്റ്, 3 ഏതാണ്? ലോസ് അസറ്റ്. ക്ലിയർ? അതിനെ വിളിക്കുന്ന പേരാണ് NPA. അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാവുള്ളത് ഈ 5 ദിവസത്തിൽ നിന്ന് നമുക്ക് നോക്കാവുന്നത്. ഓക്കെ, താങ്ക് യു.